എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പം നല്ല രുചിയോടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ 4-5 ദിവസത്തേക്ക് പിന്നെ മറ്റൊരു ചായക്കടി ഉണ്ടാക്കേണ്ട കാര്യം നോക്കണ്ട. 4-5 ദിവസമൊക്കെ കേടുകൂടാതിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഈ നല്ല രുചിയുള്ളൊരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചെറു ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. എടുക്കുന്ന സമയത്ത് ചെറു ചൂടുള്ള പാൽ തന്നെ എടുക്കുക. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 3 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിന്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിനെ അളന്നിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, സോഡയല്ല. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എനിക്ക് ഈ ഒരു മാവ് കുഴക്കാനായിട്ട് കറക്റ്റ് 1 കപ്പ് പാലാണ് വേണ്ടി വന്നത്. നിങ്ങൾ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 3/4 കപ്പ് പാലെടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചായിട്ട് ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഓരോ പൊടിക്കനുസരിച്ചിട്ട് പാലിൻ്റെ അളവിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഉള്ളത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടുകയുള്ളൂ. ഡോ സോഫ്റ്റ് ആയാൽ മാത്രമേ നമ്മളെ ഈ ഒരു സ്നാക്കും നല്ല സോഫ്റ്റും ഉണ്ടാവുകയുള്ളൂ. അപ്പം ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ബൗളിലിട്ടിട്ട് കുഴക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പുമ്മേൽ ഇട്ടിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായി കിട്ടണം കേട്ടോ. ഇനി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാവ് നല്ലതുപോലെ പൊങ്ങി ഡബിൾ സൈസായി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ, 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി ഡബിൾ സൈസായി വരും. നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പൊങ്ങാനായിട്ട് ടൈം എടുക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പം ഞാനിത് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആയി കിട്ടണം. ഇനി നമുക്ക് ഇത് പ്ലാസ്റ്റിക് റാപ്പൊന്ന് മാറ്റിയതിന് ശേഷം കൗണ്ടർ ടോപ്പുമ്മലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാവിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നേരെ പകുതിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമ്മൾ മാവ് കുഴച്ച ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബൗളിലിട്ട് വെക്കുന്ന സമയത്ത് കവർ ചെയ്തിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു മാവുണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരുപാട് നേരിയതായിട്ടല്ല നമ്മൾ പരത്തുന്നത്. ഒരു 3-4 ചപ്പാത്തി അട്ടിക്ക് വെച്ചാൽ എത്ര തിക്നെസ് ഉണ്ടാവും ആ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിന്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ നടുവിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയും കട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അങ്ങനെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഉരുട്ടി വെച്ച മാവുണ്ടല്ലോ അതും ഈ ഒരു രീതിയിൽ തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക.
കട്ട് ചെയ്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം കവർ ചെയ്ത് മാറ്റി വെക്കണം, ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കവർ ചെയ്ത് വെച്ചതെല്ലാം അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ പൊങ്ങി വരും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട ഭാഗവും കൂടി ഒന്ന് കളറെല്ലാം ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് കളറ് മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ, അന്നേരം പിന്നെ അത്ര കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു കളറാകുമ്പോൾ നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാ എല്ലാം ഇതുപോലെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഹോൾസ് ആക്കി കൊടുക്കാം. എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ആക്കി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതിൻ്റെ ഉള്ളിൽ ന്യൂട്ടല്ലൻ്റെ ഫില്ലിംഗ് ആണ് നിറക്കുന്നത്. നിങ്ങൾക്ക് ന്യൂട്ടല്ല അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഓൾസാക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിത് ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ന്യൂട്ടല്ല ആക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് അതാക്കി കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ ചോക്ലേറ്റ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റാർഡ് വെച്ചിട്ട് നല്ലൊരു ക്രീം ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആക്കി കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ക്രീമും ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കാം. ന്യൂട്ടല്ല ആകുമ്പോൾ മക്കൾക്കെല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടോളും. മക്കൾക്ക് മാത്രമല്ല നമുക്കും നല്ല രുചിയോടെ ചായക്കൊപ്പം നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചായക്ക് ഒരെണ്ണം മതി ഒരാൾക്ക്. അത്രയും നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. എല്ലാത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ ന്യൂട്ടല്ല ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പണി കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. ഷുഗർ പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നല്ല ഫൈനായിട്ടുള്ള ഷുഗറാണ്. അതുകൊണ്ടാണ് പൊടിക്കാൻ. നിങ്ങൾ എടുക്കുന്ന ഷുഗർ നല്ല കട്ടിയുള്ള ഷുഗറാണെങ്കിൽ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന വിധത്തിലൊന്ന് മുക്കി കൊടുക്കുക. അപ്പോൾ ഷുഗറും എല്ലാത്തിൻ്റെ മുകളിലും ആക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ന്യൂട്ടല്ലൻ്റെ ചോക്ലേറ്റെല്ലാം അടിപൊളി ടേസ്റ്റാണ്. ഒരെണ്ണം മതി ചായക്കൊപ്പം ഇത്. അതുപോലെ തന്നെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് നല്ലതുപോലെ സന്തോഷമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.